സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ്. ബി.ജെ.പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മോഹൻ ജോർജ് ആണ് നിലമ്പൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി. ആസിഫ് മുഹമ്മദുണ്ട്. ആസിഫ്, ബി.ജെ.പി പിന്മാറി ബി.ഡി.ജെ.എസ് വരുമെന്ന് കേട്ടു. പക്ഷേ ബി.ജെ.പി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവരങ്ങൾ തീർച്ചയായും എന്തായാലും താമര ചിഹ്നത്തിൽ തന്നെ ബി.ജെ.പിയും സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് ബി.ജെ.പിക്കായിരുന്നു. സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ, ബി.ജെ.പി മത്സരിക്കണമോ ബി.ഡി.ജെ.എസ് മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്തായാലും ഇപ്പോൾ അല്പം മുമ്പാണ് ഡൽഹിയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഞ്ചേരി സ്വദേശിയാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസുകാരനായിരുന്നു. അടുത്തിടയിലാണ് ഇദ്ദേഹം ബി.ജെ.പിയുമായി സഹകരിച്ച് മറ്റും ചെയ്യുന്നത്. എന്തായാലും പഴയ കേരള കോൺഗ്രസുകാരനായ ആള് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി കാരനായ മോഹൻ ജോർജിനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ ആരെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പവും ആശങ്കയും, മത്സരിക്കണമോ എന്നുള്ളതാൽ തന്നെ വലിയ ആശയക്കുഴപ്പം ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ ബി.ഡി.ജെ.എസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ബി.ഡി.ജെ.എസ് അതിന് തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ബി.ജെ.പി തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത്. കാരണം ബി.ജെ.പി സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നും അതോടൊപ്പം തന്നെ മറ്റ് പല ആരോപണങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ള വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വം ആ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ തന്നെയാണ് ആസിഫ്. കാരണം ബി.ജെ.പി ചിത്രത്തിലേ ഇല്ല എന്നായിരുന്നു CPM-ന്റെയും UDF-ന്റെയും ഒക്കെ ആരോപണം. മാത്രമല്ല തുടക്കം അതിനെ സാധൂകരിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ആദ്യ പ്രതികരണവും പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ബി.ഡി.ജെ.എസിന്റെ യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട്. അപ്പോഴും വിചാരിച്ചിരുന്നത് ബി.ഡി.ജെ.എസിന്റെ ഒരു സ്ഥാനാർത്ഥിയാകും നിലമ്പൂരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മോഹൻ ജോർജിന് നിലമ്പൂരിലുള്ള ഒരു സ്വാധീനം, മോഹൻ ജോർജിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? മോഹൻ ജോർജ് പറയുമ്പോൾ അദ്ദേഹം ഈ മഞ്ചേരി ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ബി.ജെ.പിയിൽ സജീവമായി പ്രവർത്തിച്ച് തുടങ്ങി വരുന്ന ആളാണ് ആകുന്നേ ഉള്ളൂ. കാരണം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. പിന്നീട് അല്പം അടുത്ത ഇടയിലാണ് എന്തായാലും കേരള കോൺഗ്രസുമായി തെറ്റി അദ്ദേഹം ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടാകുകയും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുകയും ചെയ്യുന്നത് എന്നാണ് ഇവിടെ നിന്ന് ബി.ജെ.പി നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രാദേശിക നേതാക്കളെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു ബി.ജെ.പി പോയിരുന്നത്. 3 പേരുകൾ അവർ കണ്ടുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു മണ്ഡലത്തിന്റെ സ്വഭാവമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിൽ ഉള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ ബി.ജെ.പി എത്തുകയും ചെയ്തിട്ടുള്ളത്. താമര ചിഹ്നത്തിൽ തന്നെ സ്വതന്ത്രനെ നിർത്താനുള്ള ആലോചനകളൊക്കെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ താമര ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ട ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി ആസിഫ്, അങ്ങനെ നിലമ്പൂരിൽ ബി.ജെ.പി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മോഹൻ ജോർജ് ആണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാവുക. നേരത്തെ തന്നെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിലൊക്കെ വലിയ ആക്ഷേപങ്ങളും വിമർശനവും ഒക്കെ നിലനിന്നിരുന്നതാണ്. എന്തുകൊണ്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നില്ല, ബി.ജെ.പി തിരഞ്ഞെടുപ്പിൽ നിന്നും ഒളിച്ചോടുകയാണോ, ബി.ഡി.ജെ.എസ് ആണോ അവിടെ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സജീവമായി ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു. പിന്നെ മാത്രമല്ല ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ ആദ്യ പ്രതികരണം പോലും അത്തരത്തിലൊക്കെ ആയിരുന്നു.